ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറികളിലൊന്നാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന 1905 തിയറിയും അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഇറക്കിയ 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇതിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ അദ്ദേഹം കൂടുതൽ സ്പെസിഫൈ ചെയ്തേക്കുന്നത് നമ്മുടെ ഭൂഗുരുത്വത്തെ അദ്ദേഹം വേറൊരു കൺവെൻഷണൽ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു പോയിന്റിൽ നിന്ന് അവതരിപ്പിച്ചു എന്നതാണ്. ന്യൂട്ടൻ്റെ തിയറി നമുക്കറിയാം. കാരണം ന്യൂട്ടൺ അവതരിപ്പിച്ച് അദ്ദേഹത്തിന് ഐഡിയ ഉണ്ടായത് ആപ്പിൾ തലയിലേക്ക് വീണപ്പോഴാണ്. അപ്പം ആപ്പിൾ തലയിലേക്ക് വീണപ്പം അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ അടിസ്ഥാനമായി മാറിയത്. ആ ചോദ്യം ഇതായിരുന്നു: ആപ്പിൾ താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ ഇതുപോലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്നില്ല? ഈ ഒരു ചോദ്യമാണ് ഭൂഗുരുത്വം എന്നതിന് ന്യൂട്ടൺ അടിസ്ഥാനമായി കണ്ടത്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീനെ സംബന്ധിച്ച് ഭൂഗുരുത്വം എന്ന് പറയുന്നത് ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ബലമായിരുന്നില്ല. ഓരോ ന്യൂട്ടൺ കണ്ടത് നമ്മുടെ ഗാലക്സിയിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന 9 ഗ്രഹങ്ങളും കൂടുന്ന ഒരു പാറ്റേണാണ്. ആ 9 ഗ്രഹങ്ങളിൽ സൂര്യന് ഏറ്റവും കൂടുതൽ മാസ് ഉള്ളതുകൊണ്ട് സൂര്യൻ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് താഴ്ന്നു കിടക്കുകയും അതിലേക്ക് എല്ലാത്തിനെയും ആകർഷിച്ചൊരു പോയിന്റിൽ നിർത്തിയേക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വീക്ഷണത്തിൽ നിന്നാണ് ക്ലാസിക്കൽ ഫിസിക്സ് ഉണ്ടാകുന്നത്, ന്യൂട്ടോണിയൻ തിയറി ഉണ്ടാകുന്നത്. പക്ഷേ ഐൻസ്റ്റീനെ സംബന്ധിച്ച് ഐൻസ്റ്റീൻ ചിന്തിച്ച് അങ്ങനെയല്ല. അദ്ദേഹം ഇതിനിട്ടിരുന്ന പേരാണ് സ്പേസ് ടൈം കർവേച്ചർ. അതായത് ഒരു പരന്ന റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ ഒരു പരന്ന സ്ഥലം, അവിടെ ഒരു ഭാരമുള്ളൊരു സാധനം എടുത്തു വെച്ചാൽ അതിനെ കേർവ് ഉണ്ടാക്കും. ആ കേർവിനാണ് പറയുന്നത് ഭൂഗുരുത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അദ്ദേഹം അത് ജോമെട്രി ഉപയോഗിച്ച് അദ്ദേഹം അത് പ്രൂവ് ചെയ്യുകയും ചെയ്തത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് സ്പേസ് ടൈം കർവേച്ചറാണ്. അതായത് സ്പേസ് ഫാബ്രിക്കിന് കർവേച്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബലം, അതിനാണ് അദ്ദേഹം സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പം സ്പേസ് ടൈം കർവേച്ചർ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുമ്പം അതിന് ചുറ്റുമുണ്ടാകുന്ന ഒരു വലിയ പാറ്റേൺ ഉണ്ടല്ലോ, അതിന് ചുറ്റുമുണ്ടാകുന്ന ഒരു വലിയ ഒരു കർവ്, ഈ കർവാണ് അദ്ദേഹത്തിൻ്റെ തിയറിക്ക് അടിസ്ഥാനമായിട്ട് മാറിയത്. അപ്പം ഈ കർവ് കടന്നാണ് എല്ലാം വരത്തുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. ഇതിനെ സ്വാധീകരിക്കുന്ന 2 ഇൻവെൻഷനാണ് 1919 സോളാർ എക്ലിപ്സും അതിന് മുമ്പ് തന്നെ സയൻറ്റിഫിക്കൽ ലോകം സംശയത്തോടുകൂടി കണ്ടിരിക്കുന്ന മെർക്കുറിയുടെ ഓർബിറ്റിലെ റൊട്ടേറ്റിംഗ് പാറ്റേണും. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെർക്കുറിയുടെ ഓർബിറ്റിലെ റൊട്ടേറ്റിംഗ് പാറ്റേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഓരോ പ്രാവശ്യവും ഒരു പ്രത്യേക പോയിന്റിൽ വരുമ്പം ഈ മെർക്കുറിയുടെ റൊട്ടേറ്റിംഗ് പാറ്റേൺ വലുതാവും. അതായത് അത് വേറെ പാറ്റേൺ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യവും പാറ്റേൺ മാറ്റി കൊണ്ടുവരാനായിട്ടുള്ള കാരണം, അങ്ങനെ കൊണ്ടുവരാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് അത് ഈ മെർക്കുറി എവിടെയോ സൂര്യൻ്റെ കർവിനകത്ത്, അതായത് സ്പേസ് ടൈം കർവേച്ചറിനകത്ത് ചെന്ന് വീഴുന്നുണ്ട്. അവിടെ ചെന്ന് വീഴുന്നത് കൊണ്ടാണ് അതിന് പാറ്റേണിൽ റൊട്ടേഷൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് 1919 സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണത് എന്ന രീതിയിൽ ഐൻസ്റ്റീന് ഒരുപാട് പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നക്ഷത്രം ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നക്ഷത്രം, സൂര്യനല്ലാതെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നക്ഷത്രം, അത് സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. കാരണം അത് ശരിക്കും അവിടെ ആയിരുന്നില്ല, നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരുന്ന ഭാഗത്തായിരുന്നില്ല അത്. കാരണം അതിന് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ കാരണം അവിടെ നിന്ന് വരുന്ന പ്രകാശം സൂര്യനിൽ തട്ടി സൂര്യനിലെ കർവിനകത്ത്, അതായത് സൂര്യൻ്റെ ചുറ്റുമുള്ള ഒരു കർവുണ്ട്, സ്പേസ് ടൈം കർവേച്ചർ. ആ കർവേച്ചറിനകത്ത് താന്ന് അതിൻ്റെ ഉള്ളിലൂടെ കടന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കത് സൂര്യനിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ പാറ്റേൺ ശരിക്കും പറഞ്ഞാൽ സൂര്യനിൽ നിന്നും ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് നിന്നും മാറിയാണ്. കാരണം സൂര്യനേക്കാൾ പുറകിലാണ്. സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് അതിന് സ്ഥാനമാറ്റം ഉണ്ടാകാനായിട്ട് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്തായിരുന്നില്ലത്. അത് ഈ പാതയിലൂടെ, ഈ എല്ലാം വരുന്ന പാതയിലൂടെ തന്നെ ഒരു കേർവ്ഡ് പാത്തിലൂടെ വന്നതുകൊണ്ട് നമുക്കതിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് മാറിയാണ് അത് ശരിക്കുള്ള യഥാർത്ഥ പൊസിഷൻ ഉണ്ടായിരുന്നത്. ഇതാണ് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ ആക്കിയ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന സംഭവം തന്നെയാണ് മെർക്കുറിയുടെ റൊട്ടേറ്റിംഗ് പാറ്റേണിലുണ്ടായിരുന്ന വ്യതിയാനവും.
അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കിയ സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിക്ക് ഔദ്യോഗികമായിട്ട് അംഗീകാരം ലഭിക്കുകയാണ് ചെയ്തത്. കാരണം എല്ലാ ഗ്രഹങ്ങളെയും ഒരു പ്രത്യേക ഭാഗത്ത് ഒരു സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കിൻ്റെ മേളിൽ അടുക്കി വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുന്ന അത് ഒരു കർവ് ഉണ്ടാക്കുന്നുണ്ടെന്നും ആ കർവിൽ കിടന്നാണ് ഇതെല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ കർവിലുണ്ടാകുന്ന വളവാണ് ഭൂഗുരുത്വം എന്നൊരു രീതിയിലാണ് ഐൻസ്റ്റീൻ കാര്യങ്ങളെ അവതരിപ്പിച്ചത്. ഇതാണ് ഇവർ തമ്മിലുള്ള രണ്ടുപേരുടെയും ഭൂഗുരുത്വം എന്ന ഐഡിയോളജിയിലുള്ള വ്യത്യാസം. പക്ഷേ ഇത് തന്നെയല്ല, വീണ്ടും ഒരു സയൻസ് വരുന്നുണ്ട്, കോസ്മിക് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി വരുന്നതേ ഉള്ളൂ. അത് പുതിയൊരു വേറൊരു ആംഗിളിൽ നിന്നാണ് ഈ ഭൂഗുരുത്വത്തെ തന്നെയാണ് ഇതെല്ലാവരും കാണുന്നത്. കാരണം ഒരു സെൻട്രൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവതരിപ്പിക്കുന്നത്. സെൻട്രൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഗാലക്സീനെയും നിയന്ത്രിക്കുന്ന 100 ബില്യൺ സ്റ്റാർസ് ഉണ്ട്, 100 ബില്യൺ ഗാലക്സി ഉണ്ട്. ഈ 100 ബില്യൺ ഗാലക്സീനെയും സ്റ്റാർസിനെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സെൻട്രൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ആ ഫോഴ്സാണ് ഇതിനെല്ലാം റൊട്ടേറ്റ് ചെയ്യും. കാരണം ഇപ്പം കടലിന് ഒരു ഓളം ഉണ്ടെന്ന് വെച്ചു, ഓളം ഉണ്ടാക്കുന്ന ഒരു റൊട്ടേറ്റിംഗ് പാറ്റേൺ ഉണ്ടെന്ന് വെച്ചു. ഭൂമി കറങ്ങുന്നതുകൊണ്ട് കടലിന് ഓളം ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ ഓളത്തിൻ്റെ സംഭവമാണ് നമ്മൾ ഈ ഓരോ തീരങ്ങളിലും അടിക്കുന്ന തിരമാലകൾ. അപ്പം ഒരു പ്രത്യേക പാറ്റേണിലാണ് അത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പാറ്റേണുള്ള സംഭവത്തിലേക്ക് നമ്മൾ എന്തിട്ടാലും എല്ലാം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനൊരു സെൻട്രൽ റൊട്ടേറ്റിംഗ് പാറ്റേൺ അവിടെയുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ കാര്യങ്ങളും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വൈഡൻ ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ വൈഡനായിട്ടിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ എല്ലാം ഒരു ഫിക്സ്ഡ് പാറ്റേണിൽ പോകാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് സെൻട്രൽ ഒരു റിലേറ്റിവിറ്റിയാണ്. അതായത് കോസ്മിക് റിലേറ്റിവിറ്റി പറയുന്ന ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ഒരു സെൻറ്ററുണ്ട്, അല്ലെങ്കിൽ ഈ റൊട്ടേറ്റിംഗ് പാറ്റേൺ നടത്തുന്നതിനൊരു സെൻറ്ററുണ്ട്. ഈ സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്ന ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ആ പലകയിൽ എല്ലാ ഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാം അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ അതിനെ എല്ലാം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഫോഴ്സുണ്ട്. ആ ഫോഴ്സിനെയാണ് കോസ്മിക് റിലേറ്റിവിറ്റി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം വീണ്ടും ഗ്രാവിറ്റിയുടെ മാനദണ്ഡങ്ങൾ വീണ്ടും മാറാം ഇനി വരുന്ന ഫ്യൂച്ചറിൽ. ഓക്കെ, താങ്ക് യു.